ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് ജനറൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കുമുള്ള പല ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി കോഴ്സുകളിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിലേക്കായി മേഖലാ അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്രത്തിൽ വെച്ച് സർവകലാശാല നേരിട്ട് നടത്തുന്ന അലോട്ട്മെൻറ്റ് പ്രക്രിയയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കേരള യൂണിവേഴ്സിറ്റി ഒരു സെൻറ്റർ നിങ്ങൾക്ക് പറയും. മീൻസ് ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സെൻറ്റേഴ്സിൽ വെച്ചാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ നിങ്ങൾ ചെന്നിട്ട് യൂണിവേഴ്സിറ്റി നേരിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ഒരു അലോട്ട്മെൻറ്റ് നൽകുന്നതിനെയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ജനറൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാം? നിലവിൽ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള എല്ലാ വിഭാഗം ജനറൽ, SC ST, SC BC, OBC, OEC, OBH, OBX, LC മുതലായ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. മാനേജ്മെൻറ്റ് കോട്ട രജിസ്ട്രേഷൻ മാത്രം ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലുള്ളവർക്കും പങ്കെടുക്കാം. നിലവിൽ ഒരു രജിസ്ട്രേഷനും ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? സാധിക്കും. നിലവിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് മാനേജ്മെൻറ്റ് കോട്ട ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ ഒഴിവുള്ള പക്ഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് പരിഗണിക്കുന്നതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിലേക്കായി വിദ്യാർത്ഥി എന്ത് ചെയ്യണം? അപ്പം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടുമായിട്ട് രാവിലെ 10 മണിക്ക് ആ പറയുന്ന സെൻറ്ററിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ 10 മണി വരെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞ് വരുന്നവരെ പരിഗണിക്കില്ല എന്നും പറയുന്നുണ്ട്. സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന സെൻറ്ററുകളിൽ ആരെയൊക്കെ പ്രവേശിപ്പിക്കും? അപ്പം അലോട്ട്മെൻറ്റ് സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണത്താൽ നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സാക്ഷ്യപത്രം നൽകി രക്ഷിതാവിനെ അയക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾ വരാൻ പറ്റാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങളുടെ രക്ഷകർത്താവിനെയാണ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾ തന്നെ പേരെഴുതി സൈൻ ചെയ്തിട്ട് രക്ഷകർത്താവിൻ്റെ കൊടുത്തുവിടുക. ഓക്കെ, സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കുമോ? സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രം അലോട്ട്മെൻറ്റ് ലഭിക്കണമെന്നില്ല. ഒഴിവുള്ള കോളേജ് കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ ആവശ്യമായ ഇൻഡെക്സ് മാർക്ക്, റിസർവേഷൻ തെളിയിക്കുന്നതിലേക്കായുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിദ്യാർത്ഥികളുടെ കൈവശമുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും കിട്ടണമെന്നില്ല, നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ ആ ഒരു ഓർഡറിലാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പറയുന്ന കോളേജിൽ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ റിസർവേഷൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു റിസർവേഷൻ കൂടെ പരിഗണിച്ചിട്ടായിരിക്കും ലഭിക്കുക. നെക്സ്റ്റ്, എന്താണ് സീറ്റ് കൺവേർഷൻ? നിലവിലെ റിസർവേഷൻ മാനദണ്ഡ പ്രകാരം ഓരോ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന സീറ്റുകൾ അവരുടെ അഭാവത്തിൽ ഒഴിവ് വരുന്ന പക്ഷം സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ അർഹരായ മറ്റു വിഭാഗം വിദ്യാർത്ഥികൾക്കായി മാറ്റി നൽകുന്നു. അടുത്ത, നിലവിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച ഇപ്പോൾ കോളേജുകളിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. പക്ഷെ അത് SC ST വിഭാഗക്കാർക്ക് ആ ഒരു ഇത് ബാധകമല്ല, അവർക്ക് പങ്കെടുക്കാം. അങ്ങനെയുള്ളവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വരുന്നവർ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുവരണം? രജിസ്ട്രേഷൻ നടത്തിയ പ്രൊഫൈലിൻ്റെ പ്രിൻ്റ് ഔട്ട്, അപ്പോൾ ആ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, പിന്നെ യോഗ്യത, അതായത് നിങ്ങളുടെ SSLC +2 സർട്ടിഫിക്കറ്റ്, പിന്നെ ജാതി, അതായത് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ഫോർ SCBC കാൻഡിഡേറ്റ്സ് ആൻഡ് OEC കാൻഡിഡേറ്റ്സ്, അപ്പോൾ 2 വിഭാഗക്കാർക്കും നോൺ ക്രീമിലിയർ ആണ്. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC ST കാൻഡിഡേറ്റ്സിന്, EWS സർട്ടിഫിക്കറ്റ് EWS കാൻഡിഡേറ്റ്സിന്. ഓക്കെ, അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്തടിസ്ഥാനമാക്കിയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്? റിസർവേഷൻ കാറ്റഗറിയിൽ പ്രസ്തുത റിസർവേഷന് അർഹമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും ഇൻഡെക്സ് മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലും മറ്റ് സീറ്റുകളിൽ ഇൻഡെക്സ് മാർക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിലുമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. പിന്നെ ഇൻഡെക്സ് മാർക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? ഓരോ വിഷയത്തിൻ്റെയും ഇൻഡെക്സ് മാർക്ക് വിദ്യാർത്ഥിയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രൊഫൈൽ ലഭ്യമാണ്. ഓക്കെ, പിന്നെ വേക്കൻസി പൊസിഷൻ എവിടെ നിന്ന് ലഭിക്കും? അപ്പോൾ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വരും, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിലവിൽ ഇപ്പോൾ വരെ വന്നിട്ടില്ല, അത് ഉടനെ തന്നെ വരും. ഓക്കെ, സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അതേ അലോട്ട്മെൻറ്റിൽ മറ്റു സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കുമോ? ഇല്ല. ഒരു സോണിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെ മറ്റൊരു സോണിലും അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. ഓക്കെ, സ്പോട്ട് അലോട്ട്മെൻറ്റിന് പുതിയ ഓപ്ഷൻ നൽകേണ്ടതുണ്ടോ? നൽകേണ്ടതില്ല. നിലവിൽ പ്രൊഫൈലിലുള്ള എല്ലാ കോഴ്സ് ഓപ്ഷനുകളും സ്പോട്ട് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. ഓക്കെ, കോളേജ് മാനദണ്ഡമല്ല. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീ അടയ്ക്കേണ്ടതുണ്ടോ? ഇതുവരെ അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ
അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസിനത്തിൽ SC/STക്ക് 1390 രൂപയും ജനറൽ മറ്റ് സംവരണ വിഭാഗത്തിന് 2800 രൂപയുമാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അത് അന്നേരം തന്നെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി പ്രത്യേക സമയം അനുവദിക്കുന്നതല്ല. മുൻപ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചവർക്ക് പ്രസ്തുത പേയ്മെൻറ്റ് രസീത് കോപ്പി കയ്യിൽ കരുതിയാൽ മതി. അപ്പോൾ അടച്ചവരാണെങ്കിൽ റെസീപ്റ്റിൻ്റെ കോപ്പി കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും പല വിദ്യാർത്ഥികളുടെയും മനസ്സിലുള്ള സംശയത്തിൻ്റെ മറുപടിയായിട്ട് യൂണിവേഴ്സിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയും അടുത്തത് നിങ്ങളുടെ ആ ഒരു സെൻറ്ററുകളുടെ അതുപോലെ ഡേറ്റിൻ്റെയും കാര്യമാണ് പറയുന്നത്. ആദ്യം തന്നെ ആലപ്പുഴ സെൻറ്റർ വരുന്നത് ആഗസ്റ്റ് 19 തീയതി വരുന്നത്. അന്നാണ് അവിടെ ആലപ്പുഴ സെൻറ്ററിൽ വെച്ച് നടക്കുന്നത്. എല്ലാ കോഴ്സുകൾക്കും ഉണ്ട്. മാർ ഗ്രിഗോറിയസ് കോളേജ് പുന്നപ്ര അവിടെ വെച്ചാണ് നടക്കുന്നത്. പിന്നെ കൊല്ലം ആഗസ്റ്റ് 20 BSc BCom BBA BCA BMS ആൻഡ് BVOC കോഴ്സുകൾക്ക് ഓഗസ്റ്റ് 20 കൊല്ലത്ത് വെച്ച് SN കോളേജ് കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. പിന്നെ ഓഗസ്റ്റ് 21 എല്ലാ BA കോഴ്സുകൾക്കും ആ സെയിം സ്ഥലം തന്നെയാണ്, വെന്യൂ തന്നെയാണ് പറയുന്നത്, SN കോളേജ് കൊല്ലം. അടുത്ത തിരുവനന്തപുരം ഓഗസ്റ്റ് 22 എല്ലാ PSc കോഴ്സുകൾക്കും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 23 BCom BBA BCA BMS ആൻഡ് BVOC അത്രയും കോഴ്സുകൾക്കാണ്. ഓഗസ്റ്റ് 25 എല്ലാ BA കോഴ്സുകൾക്കുമാണ് നടക്കുന്നത്. അപ്പോൾ അത് കേരള സർവകലാശാല സെനറ്റ് ഹാൾ പാളയം തിരുവനന്തപുരമാണ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ സെൻറ്ററുകളും കോഴ്സുകളും ഡേറ്റും ഒക്കെ പറയുന്നത്. കോളേജ് പ്രവേശനം ഓഗസ്റ്റ് 26, 27 തീയതികളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ചെന്നാലും നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പറയുന്ന ഡേറ്റ് 26, 27 ആണ്. അപ്പോൾ ആ ഒരു ഡേറ്റിൽ നിങ്ങൾ കിട്ടുന്ന കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഫീസൊക്കെ ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. അത് നിങ്ങൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എത്ര രൂപ ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് ജനറൽ സ്പോട്ട് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.